அந்த பாரடா தலைவன் வந்தாச்சு. കേരള ബ്ലാസ്റ്റേഴ്സിലൂടെ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ അരങ്ങേറി പിന്നീട് ബ്ലാസ്റ്റേഴ്സിന്റെ അന്തകനായി മാറിയ അർജന്റീൻ സൂപ്പർ സ്ട്രൈക്കർ ജോർജെ പെരേര ഡിയാസ്. അതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അധികൃതരുടെ ഭാഗത്തു നിന്നും പൊറുക്കാൻ പറ്റാത്ത ഒരു ചതി അങ്ങേരേറ്റ് വാങ്ങി. പിന്നെ ഒരു പ്രമുഖ കമന്റേറ്ററുടെ ദുഷ്പ്രചരണം കാരണം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കുറേ ആരാധകർ തെറ്റിദ്ധരിച്ച് അയാളെ ഒരുപാട് തെറി വിളിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബിനോടും ബാഡ്ജിനോടും ആരാധകരോടും ഒരുപാട് കമ്മിറ്റ്മെൻറ്റ് കാണിച്ചിട്ട് പോലും ഈ ആരാധകരിൽ ഒരു വിഭാഗത്തിൻ്റെ കൊടും തെറിവിളിയിലും അയാളുടെ ഫാമിലിയെക്കുറിച്ചും വൈഫിനെക്കുറിച്ചൊക്കെ പറഞ്ഞതിനെ തുടർന്ന് അത്യാവശ്യം നല്ല രീതിയിൽ വെറുപ്പ് ആയി മാറിയ ഒരു താരമാണ് ജോർജെ പെരേര ഡയസ്. പിന്നീട് അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിനെ കിട്ടുമ്പോഴെല്ലാം പഞ്ഞിക്കിടാൻ മാക്സിമം ശ്രമിക്കുമായിരുന്നു. ബ്ലാസ്റ്റേഴ്സിൻ്റെ ബദ്ധവൈരികളായ ബംഗളൂരുവിൻ്റെ തട്ടകത്തിൽ ചേക്കേറി മുംബൈ സിറ്റിക്ക് വേണ്ടി കളിച്ചു. മറ്റേത് ടീമിനെതിരെ ഗോളടിച്ചാലും ആഘോഷത്തിലൊരു മയം കാണിക്കുന്ന ജോർജെ പെരേര ഡയസ് ബ്ലാസ്റ്റേഴ്സിനെതിരെ ഗോളടിച്ചാൽ ഒരു മയം കാണിക്കാത്തതിൻ്റെ കാരണം ന്യായം അദ്ദേഹത്തിൻ്റെ പക്ഷത്തായതുകൊണ്ട് തന്നെയാണ്. ഏതായാലും ജോർജെ പെരേര ഡയസ് എന്ന തങ്ങളുടെ വജ്രായുധനെ തിരികെ കൊണ്ടുവരാൻ തീരുമാനിച്ചിരിക്കുകയാണ് മുംബൈ സിറ്റി FC. പണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് തേച്ച സാഹചര്യത്തിൽ മുംബൈ സിറ്റിയിലൂടെയാണ് അദ്ദേഹത്തിന് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കരിയർ പുനരുജ്ജീവിപ്പിക്കപ്പെട്ടത്. അതേ മുംബൈ സിറ്റി തന്നെ ഈ ജോർജെ പെരേര ഡയസിനെ തിരികെ കൊണ്ടുവരുമ്പോൾ വീണ്ടും കാണാം 40,000-ലധികം കാണികളുടെ കണ്ഠങ്ങൾ ഒരു നിമിഷം കൊണ്ട് നിശബ്ദമാക്കുന്നതിൻ്റെ ലഹരി ആവോളം അനുഭവിച്ച് ജോർജെ പെരേര ഡയസ് എന്ന അസുരൻ്റെ താണ്ഡവം.